നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അല്പം ബുദ്ധിമുട്ടേറിയ സമയമാണ്. 2002 ശേഷം ഇതുവരെ വേൾഡ് കപ്പ് കിരീടം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല 2022 ഖത്തർ വേൾഡ് കപ്പിന് ശേഷം ബ്രസീലിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരൽപ്പം തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഒരു മികച്ച സ്ട്രൈക്കർ ഇല്ലാത്തതിന്റെ അഭാവം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബ്രസീലിനെ അലട്ടുന്നുണ്ട്. ബ്രസീലിയൻ ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന താരം അത് യുവ പ്രതിഭയായ എൻട്രിക്കാണ്. നിലവിൽ ബ്രസീലിന്റെ അണ്ടർ 23 ടീമിനോടൊപ്പമാണ് അദ്ദേഹം ഉള്ളത്. ബ്രസീലിയൻ ഇതിഹാസമായ കഫു എൻട്രിക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രസീലിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇപ്പോൾ എൻട്രിക്ക് മാത്രമാണ് എന്നാണ് കഫു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ goal.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എൻട്രിക്കാണ്. അങ്ങനെയായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കും. അടുത്ത 10 വർഷത്തേക്ക് ഒരു വലിയ ഭാവി തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. റയൽ മാഡ്രിഡിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം യുവതാരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ റയൽ മാഡ്രിഡ് വളരെയധികം മിടുക്കരാണ്. വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും ഒക്കെ ഉദാഹരണങ്ങളായിക്കൊണ്ട് നമ്മുടെ മുന്നിലുണ്ട്. ഇതാണ് കഫു പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ വർഷക്കാലമായി ബ്രസീൽ പ്രധാനമായും ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുന്നത് സൂപ്പർ താരം നെയ്മർ ജൂനിയറെയാണ്. പക്ഷെ നിലവിൽ നെയ്മർ ജൂനിയർ തന്റെ കരിയറിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് 32 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല നിരന്തരം പരിക്കുകൾ നെയ്മർ ജൂനിയറെ ഇപ്പോൾ പിടികൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രസീൽ എൻട്രിക്കിലേക്ക് ഇനി മുതൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.